ഹലോ ഹായ്. അങ്ങനെ ഞാൻ എൻ്റെ ടാക്സ് വീഡിയോ ആയിട്ട് വന്നേക്കാണ്. കുറേ പേര് കമൻറ്റ് ബോക്സിലും പേഴ്സണൽ DM ആയിട്ട് ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിനുള്ളൊരു ഉത്തരം 2 രീതിയിൽ പറയാം. അതായത് നമുക്ക് ഫണ്ടഡ് ഫേംസിൽ നിന്ന് 2 രീതിയിൽ പേ ഔട്ട് എടുക്കാം. ഒന്ന് ഡയറക്റ്റ്ലി നമ്മുടെ ക്രിപ്റ്റോ വാലറ്റിലോട്ട് നമുക്ക് പേയ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ റൈസ് എന്ന് പറഞ്ഞേക്കുന്ന ഒരു പേയ്മെൻറ്റ് കോൺട്രാക്ടർ ഉണ്ട്. ഇവിടെ പ്ലാറ്റ്ഫോമിലോട്ടും പേയ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഈ റൈസിലോട്ട് എടുക്കാനുള്ള ബെനിഫിറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റൈസിൽ നിന്ന് നമ്മൾ ഡയറക്റ്റ് ബാങ്ക് അക്കൗണ്ടിൽ നമുക്ക് ഈ P2P-യിലുള്ള റിസ്ക് ഒക്കെ അവോയ്ഡ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് എന്താ പറയുക ഡയറക്റ്റ് നമ്മുടെ ബാങ്ക് അക്കൗണ്ടിലോട്ട് ഓപ്ഷൻ ഉണ്ട്. കാരണം റൈസിൽ നിന്ന് നമ്മുടെ ബാങ്കിലോട്ട് വരുന്ന എമൗണ്ട് ഡെഫിനറ്റ്ലി അതിനൊരു സോഴ്സ് ഉണ്ട്, സോഴ്സ് ഫണ്ടാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി എത്രയാണോ അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ നിന്ന് വരുന്ന റവന്യൂ എത്രയാണോ ഇപ്പോൾ നമ്മുടെ ടാക്സ് സ്ലാബിൻ്റെ ബേസിസിൽ എന്താണോ നമ്മൾ ടാക്സ് പേ ചെയ്യേണ്ടത് അത് നമ്മൾ പേ ചെയ്യാൻ ലയബിളാണ്. ഈ രണ്ടാമത് വരുന്നതാണ് ക്രിപ്റ്റോയിലോട്ട് നമ്മൾ എടുക്കുന്ന പേയ്മെൻറ്റ്. ബേസിക്കലി നിങ്ങൾക്കറിയാം നമ്മളിവിടെ അക്കാഡമി റൺ ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ട് അതിൻ്റെ ബേസിസിൽ ഫണ്ടഡ് അക്കൗണ്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പേഴ്സണൽ ട്രേഡിങ്ങിന് ആവശ്യമുള്ള ഫണ്ടഡ് അക്കൗണ്ട്സുകളും നമ്മുടെ അക്കൗണ്ടിൽ നമ്മൾ ട്രേഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന DTs ആയിക്കോട്ടെ എല്ലാത്തിനും നമ്മൾ യൂസ് ചെയ്യുന്ന ഡോളേഴ്സാണ്. അപ്പം ക്രിപ്റ്റോ വാലറ്റിലോട്ട് എടുക്കുന്ന ഫണ്ട്സ് ഡെഫിനറ്റ്ലി നമ്മൾ ട്രേഡിംഗ് പർപ്പസിന് വേണ്ടിയിട്ടാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതിന് ഇൻ കേസ് നമ്മൾ P2P ചെയ്യില്ല. സ്വാഭാവികമായിട്ട് P2Pക്ക് അത്യാവശ്യം റിസ്ക് ഉള്ളത് കൊണ്ട് തന്നെ P2P നമ്മൾ ചെയ്യില്ല. എന്നിരുന്നാൽ പോലും നമ്മളെ അക്കൗണ്ടിലോട്ട് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ 30% ഫ്ലാറ്റ് നമ്മൾ ക്രിപ്റ്റോ വഴി നമ്മുടെ അക്കൗണ്ടിലോട്ട് ഫണ്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അത് പേയ്മെൻറ്റ് ചെയ്യണം. സോ അതാണ് ടാക്സ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് ഡെഫിനറ്റ്ലി പറയാനുള്ളത്. നിങ്ങളുടെ ടാക്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഡൗട്ടുകൾ ഞാൻ ക്ലിയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. സ്റ്റിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രീതിയിലുള്ള ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം. ഞാൻ അതിൽ മാക്സിമം പെട്ടെന്ന് റിപ്ലൈ തന്നേക്കാം. അതല്ലെങ്കിൽ പേഴ്സണലി ചോദിക്കുന്ന ഡൗട്ട് ആണെങ്കിൽ എന്നെ DM ചെയ്താൽ മതി, അതിൽ ഞാൻ റിപ്ലൈ തന്നേക്കാം കേട്ടോ.